മൂന്നാമതും ഒരു തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം കഴിഞ്ഞ 10 വർഷത്തെ LDFിന്റെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കിയത് കൊണ്ട് UDFിന് വന്ന നഷ്ടം അതാണ്. MLAക്ക് MLA ഫണ്ടുണ്ട്. ഓരോ വർഷവും 6 കോടി രൂപ വീതം MLA ഫണ്ട് കിട്ടും. അതുകൂടാതെ ആസ്തി വികസന ഫണ്ടുണ്ട്. പക്ഷെ അങ്ങനെ നടത്താമെന്നിരിക്കെ 25 വർഷമായി എന്തുകൊണ്ടാണ് കടുത്തുരുത്തി ഈ ഒരു വികസന പിന്നോക്കാവസ്ഥ നേരിടുന്നത്? യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഞെട്ടിപ്പോയൊരു സംഭവമാണ്. 40-ലധികം വർഷം UDFിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച KM മാണി സാറിന്റെ പാർട്ടി ആ പാർട്ടിയെ പുറത്താക്കിയിരിക്കുന്നു. എന്തുകൊണ്ട് പുറത്താക്കിയെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. അതിഭയങ്കരമായ രൂക്ഷമായ പ്രളയമുണ്ടായി. ആ പ്രളയമുണ്ടായപ്പം നെസ്ലെ ഇന്ത്യ എനിക്ക് 35 ലക്ഷം രൂപയുടെ ഭക്ഷ്യധാന്യ കിറ്റ്, അപ്പോൾ ഏതാണ്ട് ഒരു കിറ്റ് എന്ന് പറയുന്നത് 3000 രൂപ വരുന്നത്. മൂന്നലവ്, മേലുകാവ്, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, എരുമേലി, അപ്പം ഇങ്ങനെയുള്ള ആ ദുരിതബാധിത പ്രദേശങ്ങളിൽ മുഴുവനും എനിക്ക് ഭക്ഷ്യധാന്യ കിറ്റ് എത്തിക്കാൻ പറ്റി. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിക്കുമ്പോൾ ഇത്രയും വലിയൊരു കമ്പനി ആയിട്ടുള്ള അസോസിയേഷൻ, അതൊക്കെ എങ്ങനെയാ ചേച്ചി അത് നേടിയെടുത്തത്? നമ്മൾ ഇത്രയും പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ എങ്ങനെ അവരെ സഹായിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചിന്ത.